ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് റിപ്പബ്ലിക് ദിന പതിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് പതിപ്പിൻ്റെ ഫസ്റ്റ് പേജാണ്. അടുത്തതായിട്ട് ഉള്ളടക്കം: ആമുഖം, റിപ്പബ്ലിക്, ചരിത്രം, ആഘോഷങ്ങൾ, ബീറ്റിംഗ് റിട്രീറ്റ്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രധാന വ്യക്തികളും ഭരണഘടനയും, പോസ്റ്റർ. ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് അതോടെ ഉൾപ്പെടുത്തണം കേട്ടോ. ആമുഖം: 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. അന്നു തന്നെയാണ് നമ്മുടെ ഭാരതം റിപ്പബ്ലിക് ആയതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനമാണ് നാം ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുഖേന അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭരണ സമ്പ്രദായമാണ് റിപ്പബ്ലിക്. ഇത്തരം രാഷ്ട്രങ്ങൾ രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുകയും ഭരണഘടനാ പ്രകാരം ഭരണം നിർവഹിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തലവൻ ഒരു നിശ്ചിത കാലത്തേക്കാണ് ഭരണം നിർവഹിക്കുന്നത്. ഇതാണ് റിപ്പബ്ലിക്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വതന്ത്രമായെങ്കിലും ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1950 ജനുവരി 26 ഡോക്ടർ ബി.ആർ. അംബേദ്കർ ചെയർമാനായിരുന്ന കരട് കമ്മിറ്റി ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. അന്നു മുതൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 2025 76ാം റിപ്പബ്ലിക് ദിനമാണ് നാം ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നാണ്. ചരിത്രം: 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമൻ ആയിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയായിരുന്നു. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആഘോഷങ്ങൾ: ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചെന്ന് ചേർന്ന് അവസാനിക്കുന്നു. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, വ്യോമസേന, നാവികസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയം ഇന്ത്യയുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ബീറ്റിംഗ് റിട്രീറ്റ്: റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ അവസാനത്തെ ഔദ്യോഗികമായി സൂചിപ്പിച്ച ശേഷമാണ് ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന് ശേഷമുള്ള 3ാമത്തെ ദിവസമായ ജനുവരി 29 വൈകുന്നേരമാണ് ഇത് നടത്തുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ: ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ അറിയപ്പെടുന്നത്. 1891 ഏപ്രിൽ 14 രാംജി മലോജി സക്പാലിൻ്റെയും ഭീമാബായി സക്പാലിൻ്റെയും 14ാമത്തെ പുത്രനായി ജനിച്ചു. ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. താഴ്ന്ന ജാതിക്കാരനായതിനാൽ വളരെയധികം അവഗണനകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു. ക്ലാസ് മുറിയിലും നിരവധി അവഗണനകൾ ഏറ്റുവാങ്ങി. പല സാമൂഹിക സാമ്പത്തിക പ്രതിബദ്ധതകളും തരണം ചെയ്ത് പഠിച്ചു വന്ന വ്യക്തിയാണ് അദ്ദേഹം. ന്യൂയോർക്ക് കൊളംബിയ സർവകലാശാലയിലും പിന്നീട് ഇംഗ്ലണ്ടിലും പോയി വിദ്യാഭ്യാസം നേടി.
സാമ്പത്തിക ശാസ്ത്രം, നിയമം എന്നിവയിലും നിരവധി ഡോക്ടറേറ്റുകളും അദ്ദേഹം കരസ്ഥമാക്കി. അടിസ്ഥാനവർഗ ജനതയുടെ നവോത്ഥാന നായകനും ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും അധസ്ഥിതരുടെ രാഷ്ട്രീയ നേതാവുമായിരുന്നു അംബേദ്കർ. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിലെ ആദ്യത്തെ അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. തുടർന്ന് ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയോടുള്ള എതിർപ്പ് മൂലം ബുദ്ധമതത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം 1956 ബുദ്ധമതത്തിൽ ചേർന്നു. 1956 ഡിസംബർ 6 ഡൽഹിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന വാക്യത്തോടെയാണ് ആമുഖത്തിൻ്റെ തുടക്കം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നാണ് ആമുഖം അറിയപ്പെടുന്നത്. പ്രധാന വ്യക്തികളും ഭരണഘടനയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റ് HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. നിയമ ഉപദേശകൻ BN റാവു. ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. കയ്യെഴുത്ത് പ്രതി പ്രേം ബിഹാരി നാരായൺ റായ്സദ. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ HC മുഖർജി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റർ. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.